പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം ഇന്ന് ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. എൻ്റെ സഭയിലെ വാത്സല്യ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനാ കൂട്ടായ്മയിലെ ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ശബ്ദപരിധിക്കുള്ളിൽ എന്നെ ശ്രവിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്ന യേശു കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലിക്കൊണ്ട് ഉദയസൂര്യൻ്റെ സൂര്യകിരണങ്ങളെ ഏറ്റ് കാത്തിരിക്കുന്ന നമുക്ക് വേണ്ടി നീതി സൂര്യൻ്റെ ഒരിക്കലും തീരാത്ത, ഒരിക്കലും പറ്റാത്ത കരുണയുടെ കിരണങ്ങൾ അത് പ്രഭാതത്തിലേറ്റുകൊണ്ട് ഇന്ന് നമുക്ക് ദൈവവചന ധ്യാനചിന്തയിലേക്ക് കർത്താവിനെ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് പ്രവേശിക്കാം. ഇന്നത്തെ ധ്യാനത്തിനായിട്ട് എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം, ഹീബ്രൂസ് ചാപ്റ്റർ 13 വേഴ്സ് 6. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല, മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. വളരെ സുപരിചിതമായ, മിക്കവാറും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വചനമാണ് ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല, മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. എബ്രായ ലേഖനത്തിലെ വിശ്വാസത്തിൻ്റെ ആഴത്തിൽ ഉറയ്ക്കപ്പെട്ടിരുന്ന വിശ്വാസികൾ പീഡനം മൂലമായിട്ട് ആ ക്രൂരന്മാരായ റോമൻ ചക്രവർത്തിമാരായ നീറോ, ഡൊമിനീഷ്യൻ, ഡയക്ലീഷ്യൻ തുടങ്ങിയവരെ അഴിച്ചുവിട്ട പീഡനത്തിൽ വിശ്വാസം പൊയ്പോകുമോ എന്ന് പതറുമ്പോൾ ചിലർ വേദനയാൽ, ചമ്മട്ടിയാൽ, കോലാടുകളുടെയും ജടയാടുകളുടെയും തോലിനാൽ അത് പരീക്ഷിക്കപ്പെട്ടിട്ട് മലയിടുക്കിലും പാറകളിലും അഭയം പ്രാപിക്കുമ്പോൾ ദൈവം അവർക്ക് ചെയ്ത അത്ഭുതങ്ങൾ അവിടെ ആ വചനത്തിൽ ഇങ്ങനെ പറയുന്നു: സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ തിരിച്ചു കിട്ടി, വിശ്വാസത്താൽ അവർ തീയുടെ ബലം കെടുത്തു, കരയിൽ എന്നതുപോലെ വെള്ളത്തിൽ കൂടി നടന്നു, ഈർച്ചവാളിനാൽ അറുക്കപ്പെട്ടവർ അവർ വീണ്ടും ജീവിപ്പിക്കപ്പെട്ടു. എന്നാൽ ചിലർ ഏറ്റവും നല്ല ഭേദ്യം ഏൽക്കേണ്ടതിന് വേണ്ടി, ഏറ്റവും നല്ലതൊന്ന് അതേ പ്രാപിക്കേണ്ടതിന് വേണ്ടി അവർ ഭേദ്യം ഏറ്റു. അങ്ങനെ ആ എബ്രായ ലേഖന വിശ്വാസികൾ ആ 1-ാം നൂറ്റാണ്ടിനകത്ത് വിശ്വാസം പൊയ്പോകുമോ എന്ന് ഭാരപ്പെടുമ്പോൾ വിശ്വാസത്തിന്റെ ഡെപ്തും ആഴവും നീളവും വീതിയും ഉറപ്പിച്ച് ഒന്നുകൂടെ കർത്താവിന് വേണ്ടി ഉറപ്പിക്കുന്ന എബ്രായ ലേഖനത്തിന്റെ 11 അധ്യായങ്ങൾ കഴിഞ്ഞ് 12-ാമത്തെ അധ്യായം പ്രാക്ടിക്കലായിട്ട് ഒന്നുകൂടി വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്ന യേശുവിനെ നോക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറഞ്ഞിട്ട് 13-ാം അധ്യായം എത്തുമ്പോൾ സദുപദേശങ്ങളായിട്ട്, ചില ഉപദേശങ്ങളായിട്ട് എങ്ങനെ ജീവിക്കണം, എങ്ങനെയാണ് ഈ സമൂഹത്തിനകത്ത്, സഭയ്ക്കകത്ത്, വ്യക്തിപരമായ ജീവിതത്തിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് സഭാ ശുശ്രൂഷകളോടും സഭയോടും വിശ്വാസികളോടും ഉറപ്പിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഉറപ്പു തരുന്ന, പഴയ നിയമത്തിന്റെ ഉദ്ധരണി എടുത്തുകൊണ്ട് ഉറപ്പു തരുന്ന ഒരു വേദ വചന ശകലമാണ് അടർത്തി എടുത്തിരിക്കുന്നത്. ആ വചനം ഇങ്ങനെയാണ് പറയുന്നത്: ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല, മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല, മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും. അതാ ഇവിടെ പറയുന്ന ആ വചനം. അതിനകത്ത് ആ 13-ന്റെ 1 തൊട്ടുള്ള വാക്യം വായിക്കുമ്പോൾ ആ ചെയ്യേണ്ട, അനുവർത്തിക്കേണ്ട ചില വസ്തുതകളെ, കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാന ഭാഗം എത്തുമ്പോൾ, അതിന്റെ 6-ാമത്തെ വാക്യം എത്തുമ്പോൾ ആ പാരഗ്രാഫിന്റെ കൺക്ലൂഷൻ പോലെ മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുള്ളത് കൊണ്ട് ആ കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു പഴയ നിയമ ഉദ്ധരണി: ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ശ്രദ്ധിക്കണം, തളർന്നു കിടക്കുന്ന എബ്രായ വിശ്വാസികളോട്, മുന്നോട്ട് പോകാൻ കഴിയാത്തവരോട് അതിന്റെ വേദനയുടെ ആഴം അറിയണമെങ്കിൽ അന്നത്തെ 10-ാം അധ്യായത്തിന്റെ 35, 36, 23 തൊട്ടുള്ള വാക്യങ്ങൾ അത് വായിക്കുമ്പോൾ എഴുതിയിട്ടുണ്ട്. അവരുടെ സന്തോഷത്തോടെ, അവരുടെ സമ്പത്തുകളുടെ അപഹാരം സന്തോഷത്തോടെ സഹിച്ചു. അതിന് എത്ര ആഴമുണ്ടെന്ന്, അവര് പാർക്കുന്ന വീടുകളും, അവര് പാർത്ത വീടുകളും, അവരുടെ കൃഷിസ്ഥലങ്ങളും, അവരുടെ ബിസിനസ്സുകളും കൊള്ളയടിക്കപ്പെട്ട് അവരുടെ ഇന്ന് കണ്ട വസ്തുവകകൾ മുഴുവൻ മറ്റൊരാളുടേതാക്കി മാറ്റി അന്നത്തെ ഭരണ സംവിധാനത്തിന്റെ സപ്പോർട്ടോടുകൂടി വന്ന് ഇന്ന് ധനികനായി എഴുതുന്നവർ ഒന്നുമില്ലാതെ നാളെ യേശുവിനെ സേവിക്കുന്ന ഒരു ഒറ്റ കാരണം കൊണ്ട് ഒന്നുമില്ലാത്തവരായി മാറിയപ്പോ ഈ ലേഖനത്തിൽ പറയാം: സമ്പത്തുകളുടെ അപഹാരം അവർ സന്തോഷത്തോടെ സഹിച്ചു.
അങ്ങനെ സമ്പത്തുകളുടെ അപകാരം സന്തോഷത്തോടെ സഹിച്ച് മുന്നോട്ട് പോകുന്ന എബ്രായ വിശ്വാസികളോട് ഒരു പഴയ നിയമ ഉദ്ധരണി എടുത്തിട്ട് പറഞ്ഞു, ഇല്ല, നിന്നെ കൈവിടുകയില്ല, നിന്നെ ഉപേക്ഷിക്കയില്ല, നിന്നെ കൈവിടുകയില്ല, നിന്നെ ഉപേക്ഷിക്കുകയില്ല. ഈ ലോകത്തിൽ മാത്രമല്ല, ഈ നിന്റെ വേദനയ്ക്കകത്ത്, നിന്റെ തകർച്ചയ്ക്കകത്ത്, നിന്റെ നിരാശയ്ക്കകത്ത്, നിന്റെ മുന്നോട്ടുള്ള വഴികൾ അടഞ്ഞിരിക്കുന്നതിന്റെ അകത്ത് 13:5 ഇങ്ങനെ പറയുക, അതുകൊണ്ട് കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഇതൊരു പ്രോമിസാ, ഇതൊരു വാഗ്ദത്തമാ. അപ്പൻ മകന് കൊടുക്കുന്നത് പോലെ ജീവൻ തന്ന നാഥന്റെ വാഗ്ദത്തമാ. കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഈ വചനം ഉറപ്പിച്ച് എബ്രായ ലേഖന വിശ്വാസികളോട് പറഞ്ഞിട്ട് അടുത്ത വചനം പറയുക, ആകയാൽ കൈവിടുകയുമില്ല, ഉപേക്ഷിക്കാവില്ലാത്ത ഒരുവനുള്ളത് കൊണ്ട്, ആകയാൽ കർത്താവ് എനിക്ക് തുണ. ഒന്ന് ഉറപ്പിച്ച് ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ, ഈ സന്ദേശം കേൾക്കുമ്പോൾ ദൈവജനോട് ചേർന്ന് പറഞ്ഞാട്ടെ, ആകയാൽ സാഹചര്യങ്ങൾ മുഴുവനെതിരാ, സമ്പത്തുകളുടെ അപഹാരം, നഷ്ടങ്ങള് കണ്ടു നിന്നവരൊക്കെ പുച്ഛിക്കുന്നു. യേശുവിനെ സേവിച്ചത് കൊണ്ട് എന്ത് കിട്ടിയെന്ന് ചോദിക്കുന്നു. നിനക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ല എന്ന് ചോദിക്കുന്നു. യോർദാൻ പോലെ ഇളകി കലങ്ങി മറിയുന്ന പ്രതിസന്ധികള്, അതേ ചെങ്കടൽ പോലെ മുന്നോട്ട് വഴിയില്ലാതെ രണ്ട് സൈഡും അടഞ്ഞിരിക്കുന്ന പ്രതിസന്ധിക്കകത്ത് ഇനി എന്ത് എന്ന് ചോദിച്ച് ചോദ്യ ചിഹ്നമായി നിൽക്കുമ്പോ എന്നോട് ചേർന്ന് ദൈവത്തിലെ നീ പറ, ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല. മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും? ആ വാക്യത്തിനകത്തൊന്ന് ചിന്തിക്കണമേ. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല. ചുറ്റും പേടിക്കാനുള്ള സാഹചര്യങ്ങളാ. ഹല്ലേലൂയ. ചുറ്റും പേടിക്കാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഇസ്രായേൽ ജനം വന്ന് നിൽക്കുന്നത് പോലെ മുൻപിൽ ചെങ്കടൽ ആർത്തിരമ്പുന്നു, പിൻപിൽ ഫറവോനും സൈന്യവും വരുന്നു. ആ ജീവന് വില പറയുക, ആയുസ്സിന് വില പറയുക. ഫറവോനും സൈന്യവും അടുത്തെത്തുന്നത് വരെ ജീവനുള്ളൂ. അത് നിന്റെ മാത്രമല്ല, നിന്റെ മക്കളുടെ 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 സമ്പത്ത് സർവത്തിന്റെയും ജീവന് വില പറയുന്ന, ജീവന് സമയം കണ്ടു വില പറയുന്ന ചോദ്യചിഹ്നമായി നിൽക്കുന്നു. ഇനി എന്ത്? അങ്ങനെ നിൽക്കുന്ന പ്രതിസന്ധി. അവിടെയാണ് ഈ വചനത്തിന്റെ പ്രസക്തി. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ പൈതലെ, നിന്നോട് ആത്മാവിൽ ഞാൻ പറയട്ടെ, നിന്റെ മുമ്പിൽ ചോദ്യചിഹ്നമായി നാളെ എങ്ങോട്ട് പോകും? എൻ്റെ ഈ കാര്യങ്ങൾക്ക് വേണ്ടി അതേ നിന്നാപാത്രമായി, പരിഹാസമായി, ഇല്ല മുന്നോട്ട് പോകാൻ വഴിയില്ലാതിരിക്കുമ്പോൾ എന്നോട് ചേർന്നൊന്ന് പറഞ്ഞേ, ആകയാൽ കർത്താവ് എനിക്ക് തുണ. ഹല്ലേലൂയ. അഖിലാണ്ടത്തിന്റെ ഉടയവൻ, നിന്നെ അറിയുന്നവൻ, അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് മുൻപേ നിന്നെ അറിയുന്നവൻ, അഖിലാണ്ടത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ നിന്നെ പേർ ചൊല്ലി വിളിച്ചവൻ, നിന്നെ ഓമന പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നവൻ, അവൻ പറയുന്നു, നിന്റെ സൃഷ്ടിതാവ് പറയുന്നു, നിന്നെ നിർമ്മിച്ചവൻ പറയുന്നു, ആകയാൽ കർത്താവ് എനിക്ക് തുണ. ചേർന്ന് പറ, ആകയാൽ കർത്താവ് എനിക്ക് തുണ. അടുത്ത വചനം പ്രസക്തമാ. സാഹചര്യങ്ങളെ ചവിട്ടി നിന്നോണ്ട് പറ, ഞാൻ പേടിക്കയില്ല. അബ്രഹാം മല കയറി പോകുമ്പം ആകാശത്തിനും ഭൂമിക്കും ഇടയിൽ നിന്ന് ശൂന്യതയെ നോക്കി വിളിച്ചു പറഞ്ഞു, യഹോവ ഈരേ. മലയുടെ മുകളിൽ കൊച്ചിന്റെ ഒരു ചോദ്യമുണ്ട്, ഉത്തരമില്ലാത്ത ചോദ്യം. ആടെവിടെ? മൃഗമെവിടെ? യാഗത്തുള്ള മൃഗമെവിടെ? ആ ചോദ്യത്തിന് മുന്നിൽ ഉത്തരമില്ല. അബ്രഹാമിന്റെ കയ്യിൽ ഉത്തരമില്ല. പറഞ്ഞാൽ ഉത്തരമിട്ട് വിശ്വസിക്കത്തുമില്ല, പറയാനൊരു ഉത്തരവുമില്ല. ഉത്തരം മുട്ടി നിൽക്കുമ്പോ നിന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മുൻപിൽ തലമുറ ചോദിക്കും, കൂട്ടുകാർ ചോദിക്കും, സാഹചര്യം ചോദിക്കും. ചോദിക്കുന്ന ചോദ്യത്തിന് മുമ്പിൽ ഉത്തരം മുട്ടിരിക്കുമ്പോ നീ പറ, അവിടെ നിന്ന് പറ, യഹോവ ഈരേ, ഞാൻ പേടിക്കയില്ല, കർത്താവ് എനിക്ക് തുണ. ഹല്ലേലൂയ. അടുത്ത വചനം, ആകയാൽ ഞാൻ പേടിക്കയില്ല, കർത്താവ് എനിക്ക് തുണ, മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും? ഒന്ന് വിശ്വസിച്ചേ, ഒന്ന് ഉറപ്പിച്ചേ. ഈ വചന ഹൃദയത്തിനകത്തേക്ക് പതിക്കട്ടെ. മനുഷ്യരോട് എന്തു ചെയ്യും? ഒരു ചലഞ്ചായി, ഒരു വെല്ലുവിളിയായി ഒന്ന് ഏറ്റെടുത്ത് യേശു കർത്താവിന്റെ കരത്തിലേക്ക് പിടിച്ച്, ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല. ധൈര്യത്തോടെ പറ, ഞാൻ പേടിക്കയില്ല. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ
പേടിക്കുകയില്ല, മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും. ഹല്ലേലൂയ. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഈ വചനം ഒന്നുകൂടി ആവർത്തിച്ചുകൊണ്ട് എല്ലാ കണ്ണുകളും അടയ്ക്കാൻ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന സകല പേരെയും യേശു കർത്താവിന്റെ നാമത്തിൽ അഭിഷിക്ത അധികാരത്താൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനത്തോട് ചേർന്ന വചനം ആവർത്തിച്ച് പറയുന്നു. ആകയാൽ സാഹചര്യത്തിന്റെ നടുവില്, സമ്മർദ്ദങ്ങളുടെ നടുവില്, പ്രതിസന്ധിക്ക് നടുവില്, ചോദ്യചിഹ്നങ്ങൾക്ക് നടുവില്, ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല, മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും. ഹല്ലേലൂയ. ഞങ്ങൾ ഒരുമിച്ച് തൃക്കരങ്ങളിലേക്ക് വരുന്നപ്പാ, ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല, മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും. ദൈവകരങ്ങളിലേക്ക് ഞങ്ങളെത്തിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കേൾക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ ജനത്തിന് തുണ, പേടിക്കയില്ല, മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും. കർമ്മേലിന്റെ മുകളിൽ, അതേ കർമ്മേലിന്റെ മുകളിൽ ഈ ആകാശത്തിലെ തീയിറക്കിയ ദൈവം, അതേ മോറിയ ബലിയുടെ മുകളിൽ ആ കരുതൽ, കോപയുടെ കരുതൽ അത് കൊണ്ടുവന്ന് നിർത്തിയ ദൈവം. ഹല്ലേലൂയ. സീനായി ബലിയുടെ മുകളിൽ ന്യായപ്രമാണം കൊടുത്ത ദൈവം, അരാരാത്തിന്റെ മുകളിൽ പട്ടകത്തെ ഉറപ്പിച്ച ദൈവം. ഹല്ലേലൂയ. ഹോരേബിന്റെ മുകളിൽ അതേ അഹരോന് വേണ്ടി പ്രവർത്തിച്ച ദൈവം. ഇന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, ദൈവവചനത്തിന്റെ മുകളിൽ, ദൈവവചനത്തിനകത്ത് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ കേൾക്കുന്ന ജനത്തെ അങ്ങയുടെ ആത്മാവിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപ കൂടിയിരിക്കുന്നു. ഈ ദിവസം അവർക്ക് അനുഗ്രഹമാകും. കേൾക്കുന്ന വചനം അവർക്ക് ജീവനായി പരിണമിക്കട്ടെ. ആത്മാവിൽ ബലപ്പെടുത്തുന്നു. തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. വീണ്ടും നാളെ കാണാം. അതുവരെ ദൈവത്തിന്റെ കൃപയ്ക്കുള്ളിൽ മറക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച്.